ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ താളക്രമം മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഊർജത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണികൂടിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് നോക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുധനാഴ്ച, 2026 ജൂലൈ 15. ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ പ്രതിപദ തിഥിയാണ്. പ്രതിപദ തിഥി പുതിയ തുടക്കങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. പുഷ്യം നക്ഷത്രമാണ് ഇന്ന്. ഇത് ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണ്. രാവിലെ 8:04 വരെ ഹർഷണയോഗമുണ്ട്. ഇത് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:50 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ഉച്ചയ്ക്ക് 12:33 മുതൽ 2:14 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങൾക്ക് വളരെ വൈകാരികവും കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്നും 3-ാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടുതൽ സ്നേഹവും ആർദ്രതയും നിറയ്ക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ തലമുറയിലുള്ളവർക്കും സ്നേഹവും പരിഗണനയും നൽകുക. ഇന്ന് തിരക്കുകളിൽ നിന്നും മാറി മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ സ്വാധീനം ശക്തമായതിനാൽ ചിലപ്പോൾ അനാവശ്യമായ ദേഷ്യമോ അസ്വസ്ഥതയോ ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കുക. ദേഷ്യപ്പെട്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും സർഗാത്മകത വർദ്ധിപ്പിക്കാനും നല്ല ദിവസമാണ്. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ സംശയങ്ങൾ ഒഴിവാക്കി പരസ്പര വിശ്വാസം വളർത്തുക. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും തിരക്ക് കൂട്ടി അബദ്ധങ്ങൾ വരുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ജഡ് ഗ്രീൻ അഥവാ കടും പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4:15 മുതൽ 5:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഏതെങ്കിലും മുതിർന്ന വ്യക്തിയുടെ അനുഗ്രഹം വാങ്ങുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് വളരെ ശാന്തവും ഉന്മേഷഭരിതവുമായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും എല്ലാവരും തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യും. ഇന്ന് ജോലിഭാരം അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ അതിൽ ഭയപ്പെടേണ്ടതില്ല. ഈ പുതിയ ഉത്തരവാദിത്തങ്ങൾ
നിങ്ങളുടെ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. അതിനാൽ ഈ അവസരങ്ങൾ പാഴാക്കരുത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി 40 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് വെള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. വ്യാഴത്തിന്റെ സ്വാധീനത്താൽ ഇന്ന് പഴയ സുഹൃത്തുക്കളെ വിളിക്കുകയോ കാണുകയോ ചെയ്യുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ വിവേകത്തോടെ പെരുമാറുക. വീട്ടമ്മമാർ ഇന്ന് സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മുതിർന്നവർ ഇന്ന് വിശ്രമത്തിന് സമയം കണ്ടെത്തുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങൾക്ക് ആത്മപരിശോധനയ്ക്കും മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനുമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 12ാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് പഴയകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞുനോക്കാനും സ്വന്തം മനസ്സിനെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കും. ഇന്ന് പഴയ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം തോന്നും. അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം നൽകും. ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുകയും ആന്തരികമായ സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇന്ന് മജന്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് പോസിറ്റീവ് ഊർജത്തെ സഹായിക്കും. പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ അല്ലെങ്കിൽ ജോലികൾ ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ ക്രമീകരിക്കുക. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സംരക്ഷണത്തിനായി ഒരു ചെറിയ കവചമോ രത്നമോ കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിക്കും. എന്നാൽ അമിതചിന്ത ഒഴിവാക്കുക. യുവാക്കൾക്ക് പഴയ ഓർമ്മകളിൽ മുഴുകാൻ തോന്നിയേക്കാം. എങ്കിലും ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറാതെ നോക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം ശാന്തമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ധ്യാനം ശീലിക്കുകയും ചെയ്യുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നൽകിയ പുസ്തകം ഏതാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിൽ പുഷ്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങൾ സ്വതവേ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ ഗ്രഹനില നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ വലിയൊരു മാറ്റം വരുത്തും. ഒരു പ്രത്യേക അനുഭവം നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുകയും നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഈ മാറ്റത്തെ അഭിനന്ദിക്കും. എങ്കിലും ശനിയുടെ സ്വാധീനം മൂലം ചില കാര്യങ്ങളിൽ കാലതാമസം നേരിട്ടേക്കാം. അതിനാൽ ക്ഷമ പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണിത്. ഒരു പുതിയ ഹോബി തുടങ്ങുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ അമിതമായി ആവേശപ്പെടാതെ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുരോഗതിയുണ്ടാകും. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ഒരു പുണ്യകർമ്മമായി വായനയോ കൃഷിയോ പോലുള്ള ഒരു പുതിയ ഹോബി തുടങ്ങുക. ഇത് മനസ്സിന് ശാന്തി നൽകും. ഇന്ന് പിങ്ക് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു.
അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് 15 ജൂലൈ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വളരെ ശാന്തവും സന്തോഷകരവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ കർക്കടക രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ മനസ്സ് വീട്ടിലെ അന്തരീക്ഷത്തിൽ കൂടുതൽ ലയിക്കും. പുറത്തുള്ള തിരക്കുകളേക്കാൾ ഇന്ന് വീട്ടിൽ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലും ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും കുടുംബബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എങ്കിലും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ ഇന്ന് കൂടുതൽ വ്യക്തത ലഭിക്കും. എന്നാൽ ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട് അലങ്കരിക്കാനും കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിയിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും വേണം. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഇൻഡിഗോ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ആരുമായും വഴക്കിടരുത്. കാരണം ശനിയുടെ സ്വാധീനം മൂലം മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങൾക്ക് വളരെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക സമ്മർദ്ദങ്ങളും തിരക്കുകളും ഇന്ന് അവസാനിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യരാശിയായ കർക്കടകത്തിലും പുഷ്യം നക്ഷത്രത്തിലും പ്രവേശിക്കുന്നതിനാൽ നിങ്ങളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടരും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നിരവധി അവസരങ്ങൾ നൽകുന്നു. ഇന്നത്തെ സായാഹ്നം നിങ്ങൾക്ക് വളരെ മനോഹരമായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതിനാൽ ജോലിയുടെ സമ്മർദ്ദം മാറ്റിവെച്ച് കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കുക. ഗ്രഹനില നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി കൈവരിക്കാൻ പറ്റിയ ദിവസമാണ്. പുഷ്യം നക്ഷത്രത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. എന്നാൽ ഒരു കാര്യത്തിലും അലസത കാണിക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ റൊമാൻറ്റിക് ആയ ദിവസമാണ്. പങ്കാളിയോടൊപ്പം ചില സമയം ചെലവഴിക്കാൻ സാധിക്കും. എന്നാൽ സംസാരിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് നിങ്ങൾക്ക് വിജയം ലഭിക്കും. എന്നാൽ ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുക. ഇന്നത്തെ പുണ്യകർമ്മമായി അർഹരായവർക്ക് സഹായം നൽകുകയോ ശാന്തമായ സംഗീതം കേൾക്കുകയോ ചെയ്യുക. ഇത് മനസ്സിന് സമാധാനം നൽകും. ഇന്നത്തെ ഭാഗ്യനിറം കടും ചുവപ്പാണ്. രാവിലെ 9 മുതൽ 10:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. ഇന്ന് ഒരു പ്രത്യേക ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 15 ചന്ദ്രൻ നിങ്ങളുടെ 8-ാം ഭാവത്തിൽ കർക്കടകം രാശിയിലും
പുഷ്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം ഇന്ന് നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നൽകിയേക്കാം. ജോലിയിലെ സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് അല്പം മടി അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടാം. എന്നാൽ ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണെന്നും ഉടൻ തന്നെ ഇത് മാറുമെന്നും ഓർക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ നൽകുക. കാരണം ആരോഗ്യപ്രശ്നങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ വർഷം വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി നന്ദിയുള്ളവരായിരിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. മുൻകരുതൽ എന്ന നിലയിൽ ഇന്ന് ആരുമായും തർക്കിക്കരുത്. ദേഷ്യം നിയന്ത്രിക്കുക. കാരണം ഇന്ന് ശാന്തമായിരിക്കേണ്ട ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ അല്പനേരം ധ്യാനിക്കുക. യുവാക്കൾ ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർ ഇന്ന് സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് ജാഗ്രത പാലിക്കുക. മുതിർന്നവർ ഇന്ന് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിലും പുഷ്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇന്ന് അംഗീകാരം ലഭിക്കും. ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റമോ പ്രശംസയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകളും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് അമിതമായ ആത്മവിശ്വാസമോ അഹങ്കാരമോ കാണിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇന്ന് പർപ്പിൾ നിറം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ്. ഈ വർഷം ശനിയുടെ സ്വാധീനം ശക്തമായതിനാൽ ദൈനംദിന കാര്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ ഒരു ചെറിയ യന്ത്രമോ ശുഭചിഹ്നമോ കൂടെ കരുതുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും. ഇന്ന് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമായി കരുതുക. ഇത് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 15 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കടക രാശിയിലും പുഷ്യം നക്ഷത്രത്തിലുമാണ് നിൽക്കുന്നത്. പുഷ്യം നക്ഷത്രം ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നതിനാൽ ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ വേരുകൾ കണ്ടെത്താനും അവ പരിഹരിക്കാനുമുള്ള അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. പ്രശ്നങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്ത് പരിഹരിക്കേണ്ട ദിവസമാണിന്ന്. ഇതൊരു ദീർഘകാല പ്രക്രിയയാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് അതിന് തുടക്കം കുറിക്കാൻ സാധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ കാലക്രമേണ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ ദിവസം സഹായിക്കും. പുഷ്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കഠിനമായ വിഷയങ്ങൾ പോലും നിങ്ങൾക്ക് എളുപ്പമായി തോന്നും. യുവാക്കൾക്ക് ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ദിവസമാണിന്ന്. പങ്കാളിയോട് തുറന്നു സംസാരിക്കുക. വീട്ടമ്മമാർക്ക് വീടിൻ്റെ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളത് വിജയകരമായി പൂർത്തിയാക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ സ്വന്തം കൈകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് അത് അർഹരായവർക്കോ കുടുംബാംഗങ്ങൾക്കോ നൽകുക. ഇത് ശനിയുടെ നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മോവ് അഥവാ ഇളം വയലറ്റ് ആണ്. ഉച്ചയ്ക്ക് 3:30 മുതൽ 4:45 വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പാലിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.